ഇന്ന് നമുക്ക് ഉള്ളൊഴുക്കിലെ പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച കഥാപാത്രത്തെ ഒന്ന് അവലോകനം ചെയ്യാം. സ്വന്തമായി ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥതയുള്ള വ്യക്തി, എന്നാൽ സ്നേഹത്തിൻ്റെ മുമ്പിൽ അത് ത്യാഗം ചെയ്യാൻ കഥാപാത്രത്തിന് മടിയില്ല. ക്രിസ്ത്യൻ കുടുംബത്തിലെ യുവതി സ്വന്തമായി ജോലി ചെയ്യുന്നു. ഒരു ഹിന്ദു കുടുംബത്തിലെ കാമുകൻ, അവനെയാണ് അവൾക്ക് വിവാഹം കഴിക്കാൻ താൽപ്പര്യം. എന്നാൽ തന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ, അവരുടെ നിർബന്ധത്തിന് മുമ്പിൽ തൻ്റെ സ്നേഹം, ആഗ്രഹം അവൾ മാറ്റിവയ്ക്കുന്നു. അല്ലെങ്കിൽ അവരെ എതിർത്ത്, അല്ലെ അവരുടെ കണ്ണീര് വീണ് നമുക്കൊരു ലൈഫ് വേണ്ട എന്ന് കരുതുന്നു. അതിനർത്ഥം അവൾക്ക് ആ സ്നേഹത്തെ താണ്ടാനായിട്ടുള്ള ധൈര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അവളുടെ ജോലിയോ അവൾക്കിന്നുള്ള അവസ്ഥയോ അല്ലെങ്കിൽ അവളുടെ കാമുകൻ്റെ അവസ്ഥയോ ആ ഒരു ധൈര്യം നൽകുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഭർതൃഗ്രഹത്തിലോ തൻ്റെ ഭർത്താവ് രോഗശയ്യയിലായപ്പോൾ അവൾ വീണ്ടും തൻ്റെ പഴയ ആഗ്രഹം പതുക്കെ പുറത്തെടുക്കുക. അതിനായി അവൾ തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും വഞ്ചിക്കാൻ ജാള്യത കാണിക്കുന്നേയില്ല. അപ്പോൾ ഈ ഭർത്താവിനെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നത് പോലും അവൾക്ക് ആ വീട്ടിൽ നിന്നും പുറത്തു പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ അവളെ സംശയിക്കാതിരിക്കാനായിട്ടുള്ള, അവൾക്ക് ഈ കള്ളത്തരം കാണിക്കാനായിട്ട്, ഈ വഞ്ചിക്കാനായിട്ടുള്ള സാധ്യത മങ്ങാതിരിക്കാനായിട്ടുള്ളൊരു പുകമറ മാത്രമാണ്. അതവൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷെ കുറ്റബോധമുണ്ട് ഇതിൽ. അവളറിയാതെ അവൾക്കുള്ളിൽ ഒരു മനസാക്ഷിക്കുത്ത്. ഇതിൽ നിന്നും എങ്ങനെയും ഒന്ന് വെളിയെ വരണം, അല്ലെങ്കിൽ ന്യായീകരിക്കാനെങ്കിലും പറ്റണം. അങ്ങനെ ആ ഒരു കുറ്റബോധത്തിൽ വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വന്നു വീഴുന്നത് തൻ്റെ ഭർത്താവിൻ്റെ മരണകാരണമായ രോഗം മുന്നേ ഉണ്ടായിരുന്നതാണെന്നും അത് അമ്മായിയമ്മ തന്നിൽ നിന്നും മറച്ചു വച്ചു എന്നും. മോങ്ങാനിരുന്ന നായയുടെ മണ്ടയിൽ തേങ്ങ വീണ ഒരവസ്ഥ. തനിക്ക് ഏറ്റ വഞ്ചനയെ താൻ വഞ്ചിക്കുന്നതിൻ്റെ മുകളിൽ നിർത്താൻ, അല്ലെങ്കിൽ ശക്തമായ ന്യായീകരണമാക്കാൻ പറ്റുന്ന എല്ലാ വിധത്തിലും അവൾ ശ്രമിക്കുക. പിന്നെ കാരണം ഒരെണ്ണം വീണ് കിട്ടിയതല്ലേ. നമുക്ക് ആ ശ്വാസം മുട്ടലിനകത്ത് ഇങ്ങനെ ഈ കൂട്ടിലടച്ച എലിയെപ്പോലെ ഇങ്ങനെ അങ്ങോട്ട് തകിടം മറിഞ്ഞ് നടക്കുക, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു രണ്ട് പേര് തമ്മിൽ തർക്കം നടക്കുമ്പം, സപ്പോസ് എ ആൻഡ് ബി തമ്മിൽ തർക്കം നടക്കുകയാണ്. അതിൽ എയുടെ ഭാഗത്ത് ശക്തമായ ന്യായം മറ്റുള്ളവർ നോക്കുമ്പോഴത്തേക്കും ഉണ്ട്. ഒരു മൂന്നാമതൊരുത്തൻ്റെ വീക്ഷണത്തിൽ എയുടെ ഭാഗത്ത് ശക്തമായ ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും ഈ എയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തർക്കിക്കുന്ന വിഷയത്തിൽ എയ്ക്ക് നല്ല ന്യായീകരണം ഉണ്ടാവും. പക്ഷേ ഈ എയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചീത്ത പറഞ്ഞാൽ മതി, ഒരു ചെറിയ തെറി വിളിച്ചു കഴിഞ്ഞാൽ നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബി തുടങ്ങും. അതിൽ പിടിച്ചു തൂങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ദ സെയിം തിങ്. അതായത് ഒരു പിടിവള്ളി കിട്ടാനായിട്ട് നോക്കി നിൽക്കുക. മുങ്ങിത്താഴുന്നവൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു പിടിവള്ളി പോലെയാണ് ഈ ഒരു സാധനം അവൾക്ക് കിട്ടിയത്. ആ ഒരൊറ്റ സാധനത്തിനാണ് അമ്മായിയമ്മയെ അതിക്രൂരമായിട്ട് ഭർഷിക്കുന്നത്. ആ ഒരു സീൻ ഉണ്ടല്ലോ, അത് അതിക്രൂരമാണ്. ഒരിക്കലും ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്ന സാധനമല്ല. അതും ഉരുകിത്തീർന്ന, ഒരു കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീർന്ന ഒരു അമ്മയോട് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ലത് ഒരിക്കലും. അപ്പോൾ അതായത് താൻ ഇത്രയും നാളും തന്നെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയെ വഞ്ചിക്കുകയായിരുന്നു എന്ന് കരുതുന്നതിനേക്കാൾ, തന്നെ വഞ്ചിച്ച ആ വഞ്ചന മറയ്ക്കാൻ സ്നേഹം അഭിനയിച്ച അമ്മായിയമ്മയെ വഞ്ചിച്ചത് നന്നായി എന്ന് കരുതാനാണ് ആ കഥാപാത്രത്തിന് കൂടുതൽ താല്പര്യമൊന്നുമല്ല, അങ്ങനെ മാറ്റി കഥാപാത്രം. കൂടെ മറ്റൊരു താല്പര്യമുണ്ട്. തൻ്റെ അമ്മായിയമ്മയുടെ സ്വത്തും കൂടെ കിട്ടിയാൽ ഫലേഭേഷ്, വളരെ നന്ന്. തൻ്റെ കാമുകൻ അവൻ സെറ്റിലാകാഞ്ഞതുകൊണ്ട് കല്യാണം കഴിച്ചില്ല. ഇപ്പോഴും അവൻ സെറ്റിലായിട്ടില്ല. ഇത് കിട്ടിയാൽ അത് നടക്കും. കൂടെ കാമുകൻ്റെ നിർബന്ധവും കൂടെയുണ്ട്. നീ അങ്ങ് മേടിച്ചുകൊണ്ട് വാ, നമുക്ക് സെറ്റിലാകാം. ആ സ്വത്തിൻ്റെ മേൽ വഞ്ചിക്കപ്പെട്ട തൻ്റെ അവകാശം പോലെ തോന്നുന്നുണ്ട് കഥാപാത്രത്തിന്. പക്ഷെ വാങ്ങാൻ ചെല്ലുമ്പോൾ അമ്മായിയമ്മയുടെ സ്നേഹം നമുക്ക് കാണാം. സ്വന്തം മകളുടെ മുമ്പിൽ വച്ചിട്ടാണ് ഇവൾ വഞ്ചിച്ച കഥ മകൾ പറയുമ്പോൾ, അമ്മായിയമ്മ സ്വന്തം മകളുടെ മുമ്പിൽ വെച്ചിട്ട് 2 ദിവസം നിനക്ക് വന്ന് നോക്കാൻ പറ്റിയില്ലല്ലോ, അവൾ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ആ ഒരു സ്നേഹം അവളെ ആ സ്വത്ത് വാങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അതായത് തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹത്തിന് തുല്യമായി അമ്മായിയമ്മയുടെ സ്നേഹം വളർന്നോ എന്ന് ആ കഥാപാത്രം ശങ്കിച്ചിരിക്കാം ആ സമയത്ത്. ഒടുവിൽ കാമുകനോടൊത്ത് പോകാൻ സമയമായി. അവൻ അവിടെ വച്ചുള്ള ആ ഡയലോഗിൽ അവൻ തൻ്റെ സ്നേഹത്തെ കാണുന്നില്ല എന്നത് ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കുക കഥാപാത്രം.
അവൻ്റെ കൂടെയുള്ള ജീവിതം തനിക്ക് താൻ വിചാരിച്ച അത്രയൊന്നും സുഖകരമായിരിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഉടൻ തന്നെ കഥാപാത്രം അമ്മായിയമ്മയുടെ കൂടെയുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നു. ഇതിൽ നിന്നും ഈ കഥാപാത്രം ഉടനീളം സ്വാർത്ഥതയ്ക്ക് മുൻതൂക്കം നൽകുന്ന, തൻ്റെ സുഖം തൻ്റെ സമാധാനം എന്ന് മാത്രം ചിന്തിക്കുന്ന കഥാപാത്രമാണ്. മാതാപിതാക്കളുടെ സ്നേഹം അവൾ സ്നേഹമെന്ന് കരുതിയിരുന്നു. ഈ കാമുകൻ്റെ സ്നേഹത്തെ അവൾ വളരെ വലിയൊരു സ്നേഹമെന്ന് കരുതിയിരുന്നു. അതിൻ്റെ കൂടെ അമ്മായിയമ്മയുടെ സ്നേഹം അത് ആഡായി. ഈ കഥാപാത്രം ആ സ്നേഹത്തെ ഞാൻ ഇനി പറയുന്ന രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ താൻ ഇതുവരെ കരുതി വന്നതൊക്കെ സ്നേഹമാണ്, അത് മാത്രമല്ല ഇതും ഒരു സ്നേഹമാണ്, അതായത് അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയതും ഒരു സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹങ്ങൾ തമ്മിൽ തുലനം ചെയ്യാനായിട്ടുള്ളൊരു പക്വത കഥാപാത്രം നേടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ താൻ ഇതുവരെ കരുതിയതൊന്നും സ്നേഹമല്ല, ഇതാണ് സ്നേഹം എന്ന് കരുതാനും സാധ്യതയുണ്ട്. അവസാനം അമ്മായിയമ്മയും ഈ കഥാപാത്രവും കൂടെ വള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് വഴികളാണ് ആ കഥാപാത്രത്തിന്, പാർവതി തിരുവോത്തിൻ്റെ കഥാപാത്രത്തിന് പോകാൻ മുൻപിലുണ്ടാവുക. ഒന്നുകിൽ അമ്മായിയമ്മയുടെ കൂടെ നിന്ന് മെച്ചപ്പെട്ട മേച്ചിൽപ്പുറങ്ങൾ തേടാം, അതിന് മടിയൊന്നുമുള്ള ക്യാരക്ടറൊന്നുമല്ല. അല്ലെങ്കിൽ ആ കഥാപാത്രം, ഈ അമ്മായിയമ്മ തൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് വളർന്ന് തന്നിലേക്കും കൂടെ വളർന്നതുപോലെ ഇവൾക്കും വളരാം. ത്യാഗവും സ്നേഹവും അതാണ് ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് കഥാപാത്രത്തിന് വരാം. മറ്റെന്തെങ്കിലും വീക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. ചാനൽ ഒന്ന് ജീവനോടെ ഇരുന്നോട്ടെ.